ഇന്നത്തെ സുവിശേഷത്തിൽ പ്രധാന പുരോഹിതന്മാരും മൂപ്പന്മാരും യേശുവിന്റെ അടുത്ത് വരുന്നത് കാണുമ്പോൾ അത് ഒരു മാന്യമായ കാര്യമായി തോന്നുമെങ്കിലും അവരുടെ ചോദ്യം വെല്ലുവിളി നിറഞ്ഞതാണ്. എന്ത് അധികാരത്താൽ നീ ഇങ്ങനെ ചെയ്യുന്നു? ഇപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തുനോക്കൂ. യേശു ദേവാലയം ശുദ്ധീകരിച്ചു, മേശകൾ മറിച്ചിട്ടു, പണമിടപാട് ചെയ്യുന്നവരെ പുറത്താക്കി, ആരാധനയെ ബിസിനസ്സാക്കി മാറ്റിയവരെ നേരിട്ടു. അതുകൊണ്ട് ഈ ചോദ്യം ദൈവശാസ്ത്രത്തെക്കുറിച്ചല്ല, അത് അധികാരത്തെക്കുറിച്ചാണ്. മതനേതാക്കൾ ഭീഷണി അനുഭവിക്കുന്നു. അവരുടെ സ്വാധീനം, വരുമാനം, നിയന്ത്രണം ഇതൊക്കെ ഇളകിപ്പോകുന്നു. എന്നാൽ യേശു അവർക്ക് നേരിട്ട് ഉത്തരം പറയുന്നില്ല. പകരം യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ തുറന്നു കാണിക്കുന്നു. അവരുടെ പ്രശ്നം അജ്ഞതയല്ല, അത് അഹങ്കാരവും ഭയവുമാണ്. അവരുടെ ഹൃദയങ്ങൾ അടഞ്ഞിരിക്കുന്നു. അവർ സത്യത്തിനോട് ശ്രദ്ധിക്കുന്നില്ല, നിയന്ത്രണം നഷ്ടപ്പെടുന്നതിനോട് മാത്രം ശ്രദ്ധയുണ്ട്. ഈ സുവിശേഷം നമ്മെയും സ്പർശിക്കുന്നത് അതേക്കാണ്. കാരണം ചിലപ്പോൾ നമ്മൾ യേശുവിന്റെ അധികാരത്തെ ചെറുക്കുന്നു, വാക്കുകളാൽ അല്ല, ആശ്വാസത്തിലും വിജയത്തിലും പ്രശസ്തിയിലും പെട്ടുപോകുന്ന രീതികളാൽ. വിശുദ്ധ പൗലോസ് പറയുന്നു, പണത്തോടുള്ള സ്നേഹമാണ് എല്ലാ തിന്മകളുടെയും വേരോട്. പണം തന്നെ മോശമല്ല, അതിനോടുള്ള നമ്മുടെ അടുപ്പമാണ് നമ്മെ അന്ധരാക്കുന്നത്. പണമോ പദവിയോ സ്വാധീനമോ വിഗ്രഹങ്ങളായി മാറുമ്പോൾ അവ നിശബ്ദമായി നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സ്ഥാനം കവർന്നുകൊള്ളുന്നു. ഇന്ന് യേശു നമ്മോട് ചോദിക്കുന്നു, നിങ്ങൾ ആരുടെ അധികാരത്തിന് കീഴെ ജീവിക്കുന്നു? നിങ്ങൾ ശരിക്കും എന്റെ സ്വന്തമാണോ? അതോ നിങ്ങളുടെ ജീവിതത്തെ മറ്റെന്തെങ്കിലും ഭരിക്കുന്നുണ്ടോ? ഭയമോ, അത്യാഗ്രഹമോ, അഹങ്കാരമോ? യഥാർത്ഥ ശിഷ്യത്വം ഒരു തിരഞ്ഞെടുപ്പല്ല. അതിനർത്ഥം എല്ലാം നമ്മുടെ പദ്ധതികളും അഭിലാഷങ്ങളും ഭയങ്ങളും പോലും ക്രിസ്തുവിന് സമർപ്പിക്കുക എന്നാണ്. അപ്പോഴാണ് അവന്റെ സ്നേഹം നമ്മെ സന്തോഷത്തോടെ, നീതിയോടെ, കരുണയോടെ ജീവിക്കാൻ സ്വതന്ത്രരാക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ സുവിശേഷം സഭയിലെ നമ്മുടെ നേതാക്കളെയും ഏതെങ്കിലും വിധത്തിൽ സേവിക്കുന്ന നമ്മളെയും വെല്ലുവിളിക്കുന്നു. യേശു പണമിടപാടുകാരെ പുറത്താക്കി മാത്രമല്ല, ആത്മീയ അധികാരത്തിന്റെ ദുരുപയോഗമായ ഒരു ദുഷിച്ച വ്യവസ്ഥിതിയെ ശുദ്ധീകരിച്ചു. സഭയിലെ യഥാർത്ഥ നേതൃത്വം പദവിയോ നിയന്ത്രണമോ അല്ല, അത് സേവനം, വിനയം, ദൈവജനത്തോടുള്ള കരുതൽ എന്നിവയെക്കുറിച്ചാണ്. ഞാൻ ഓർക്കുന്നു, സഭയ്ക്ക് ഒരു ഭൂമി ദാനം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു വൃദ്ധ സ്ത്രീയോട് സംസാരിച്ച കാര്യം. ഹൃദയഭേദകമായി ഒരു പുരോഹിതൻ ആ സ്വത്ത് സ്വന്തം പേരിൽ സ്ഥാപിക്കാൻ ശ്രമിച്ചു, ക്രിസ്ത്യാനികളല്ലാത്ത ബിസിനസ് ആളുകളെ ഉപയോഗിച്ച് അത് മുദ്രകുത്താൻ. ആ സ്ത്രീക്ക് വളരെ വേദന തോന്നി. അവൾ സമ്മാനം പിൻവലിച്ച് വർഷങ്ങളോളം ആ മുറിവ് വഹിച്ചു. ആ വേദന യേശുവിന്റെ അടുക്കൽ കൊണ്ടുവരാൻ, കുരിശിൽ വയ്ക്കാൻ ഞാൻ അവളെ പ്രോത്സാഹിപ്പിച്ചു. കാരണം പുണ്യസ്ഥലങ്ങളിലെ വിശ്വാസവഞ്ചനയിൽ നിന്നുള്ള മുറിവുകൾ സുഖപ്പെടുത്താൻ ക്രിസ്തുവിന് മാത്രമേ കഴിയൂ. പക്ഷപാതം കാണിച്ചതിന് ധനികരോട് വേഗം ക്ഷമിക്കാൻ തയ്യാറാകുകയും ദരിദ്രരോട് നിസ്സംഗത കാണിക്കുകയും ചെയ്ത ഒരു കന്യാസ്ത്രീയെക്കുറിച്ചും ഞാൻ ചിന്തിക്കുന്നു. ഒരു ദരിദ്ര സഹോദരൻ അവളെ വെല്ലുവിളിച്ചപ്പോൾ അവൾ ക്ഷമിക്കാൻ തയ്യാറായി.